സത്യപ്രതിജ്ഞ ഉടൻ ആരംഭിക്കും. വിശദാംശങ്ങളുമായി രാജ്ഭവനിൽ നിന്ന് ബി എ ഗിരീഷ് ചേരുകയാണ്. ഗിരീഷ്, ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുകയാണോ? വിശദാംശങ്ങൾ. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുകയാണ്. ദേശീയഗാനത്തോടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിലാണ്. പക്ഷേ ഇരുവരുടെയും ശരീരഭാഷ സൂചിപ്പിക്കുന്നത് ഇരുവരും തമ്മിൽ പരസ്പരം അഭിവാദ്യം ചെയ്യുകയോ ഒന്ന് പുഞ്ചിരിക്കുകയോ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. വി എ ഗിരീഷ് എവിടെയുണ്ട് വിശദാംശങ്ങളുമായി? സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നിയുക്ത മന്ത്രിമാരായ കെ വി ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയാണ് ഔദ്യോഗികമായി വകുപ്പുകൾ പ്രഖ്യാപിക്കുന്നത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി സത്യപ്രതിജ്ഞാ ചടങ്ങിനായി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്തു. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗമായി രാമചന്ദ്രൻ കടന്നപ്പള്ളി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. കെ വി ഗണേഷ് കുമാർ അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദി, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭയിലേക്ക് 2 പുതിയ അംഗങ്ങൾ എത്തുകയാണ്. LDF-ലെ മുൻ ധാരണ പ്രകാരം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ വി ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് എത്തുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയാകുന്നത് 3ാം വട്ടമാണ്. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല പരിചയവും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മുതിർന്ന നേതാവാണ്. VS മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്നു. 1ാം പിണറായി സർക്കാരിൽ തുറമുഖ മന്ത്രിയായിരുന്നു. തുറമുഖ വകുപ്പാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കാത്തിരിക്കുന്നത്. കെ വി ഗണേഷ് കുമാറിൻ്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നു. രാജിവെച്ച അഹമ്മദ് ദേവർകോവിലിന്റെ തുറമുഖ വകുപ്പാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കാത്തിരിക്കുന്നത്. ആന്റണി രാജുവിന്റെ ഗതാഗതം കെ വി ഗണേഷ് കുമാറിനും ലഭിക്കും. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വേണ്ടി
KB ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. KB ഗണേഷ് കുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗമായി KB ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മൂന്നാം വട്ടമാണ് മന്ത്രിപദത്തിലേക്ക് അദ്ദേഹവും എത്തുന്നത്. 2001-3 കാലത്ത് ഗതാഗത മന്ത്രിയായിരുന്നു. 2011-13 കാലത്ത് വനമന്ത്രി. 2001 മുതൽ പത്തനാപുരത്ത് നിന്നുള്ള MLA, കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ. മന്ത്രിപദത്തിലും അദ്ദേഹത്തിൻ്റെ മുൻപരിചയം തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും സഹായകമാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുവർക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നു. രാജിവെച്ച അഹമ്മദ് ദേവർകോവിലിന്റെ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് കാത്തിരിക്കുന്നത്. ആന്റണി രാജുവിന്റെ ഗതാഗതമാണ് KB ഗണേഷ് കുമാറിന് ലഭിക്കാൻ പോകുന്നത്. ഒരുപാട് വെല്ലുവിളികൾ ഈ വകുപ്പ് ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഗണേഷ് കുമാറിനുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകും എന്നാണ് KB ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞത്. പദവിയോട് നീതി പുലർത്തും എന്നായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പ്രതികരണം. KSRTCയിലെ വരുമാന ചോർച്ച തടയും എന്ന് KB ഗണേഷ് കുമാറും നേരത്തെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. മികച്ച പ്രകടനം ഇരുവർക്കും കാഴ്ചവെക്കാൻ കഴിയും എന്ന പ്രതീക്ഷ LDF-നും ഉണ്ട്. കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ, ഒപ്പം തന്നെ താരസംഘടനയായ അമ്മയുടെ സ്ഥാപക ട്രഷറർ കൂടിയാണ് അദ്ദേഹം. സിനിമാ വകുപ്പ് കൂടി വേണം എന്നുള്ളൊരാവശ്യം, ഗതാഗതത്തിന് പുറമെ സിനിമാ വകുപ്പ് കൂടി വേണം എന്നുള്ളൊരാവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ അംഗീകരിക്കാൻ സാധ്യതയില്ല. രാജ്ഭവനിലെ ചടങ്ങിലേക്ക് വീണ്ടും തത്സമയം. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ഒഴിവിലേക്ക് 2 പുതിയ മന്ത്രിമാർ എത്തുകയാണ്. ഗതാഗത വകുപ്പ് ഇനി KB ഗണേഷ് കുമാറായിരിക്കും കൈകാര്യം ചെയ്യുക. അതുപോലെ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയായിരിക്കും കൈകാര്യം ചെയ്യുക. ഏറെക്കാലത്തിന് ശേഷം സർക്കാർ ഗവർണർ പോരിനിടെ ഗവർണറും മുഖ്യമന്ത്രിയും ഒരു വേദിയിലെത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ ചടങ്ങിന് ഉണ്ടായിരുന്നു. പുതിയ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ, നിലവിലെ മന്ത്രിമാർ, ഇവരൊക്കെ ഈ ചടങ്ങിൻ്റെ, രാജ്ഭവനിലെ പ്രത്യേക ചടങ്ങിൻ്റെ ഭാഗമായി ഇപ്പോൾ
പ്രേക്ഷകർ കാണുന്നത്. പുതിയ മന്ത്രിമാർക്ക് അഭിനന്ദനം അറിയിക്കുന്നു നിലവിലെ മന്ത്രിമാർ. വി എ ഗിരീഷ് അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ പങ്കുവയ്ക്കും. സ്പീക്കർ എൻ ഷംസീർ, നിലവിലെ മന്ത്രിമാരൊക്കെ പുതിയ മന്ത്രിമാർക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 3ാം വട്ടമാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. മന്ത്രിപദത്തിൽ പ്രത്യേകിച്ച് ഗതാഗത വകുപ്പിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിനുള്ള മുൻപരിചയം വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം LDF നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട്. 2011-13 കാലത്ത് അദ്ദേഹം വനമന്ത്രിയും 2001-3 കാലത്ത് ഗതാഗത മന്ത്രിയുമായിരുന്നു. വീണ്ടും ഗതാഗത വകുപ്പാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. KSRTCയിലെ പ്രതിസന്ധി അടക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആ വകുപ്പിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം കെ ബി ഗണേഷ് കുമാർ പ്രകടിപ്പിക്കുന്നു. അതുപോലെ LDF നേതൃത്വവും പ്രകടിപ്പിക്കുന്നുണ്ട്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അദ്ദേഹവും മുതിർന്ന അംഗമാണ്. 3ാം വട്ടമാണ് അദ്ദേഹവും മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. VS മന്ത്രിസഭയിൽ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. 1ാം പിണറായി സർക്കാരിൽ തുറമുഖ മന്ത്രിയായിരുന്നു. അതേ തുറമുഖ വകുപ്പാണ് അദ്ദേഹത്തെയും കാത്തിരിക്കുന്നത്. 1980, 2006, 2016, 2021 കാലങ്ങളിലൊക്കെ അദ്ദേഹം MLA ആയി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഒപ്പം തന്നെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം എന്നുള്ളത് കൂടി ഇനി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആയിരിക്കും. ദൈവനാമത്തിലായിരുന്നു കെ ബി ഗണേഷ് കുമാറിൻ്റെ സത്യപ്രതിജ്ഞ. 2 മന്ത്രിമാരും പുതുതായുള്ള 2 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. രാജ്ഭവനിലൊരുക്കിയ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകാൻ മന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരെ അഭിനന്ദനം അറിയിക്കുകയാണ് നേതാക്കൾ. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഗവർണർ സർക്കാർ പോരിനിടെ ഗവർണറും മുഖ്യമന്ത്രിയും ഒരു വേദിയിലെത്തി എന്നുള്ളത് കൂടിയാണ്. ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDFിലെ മുൻ ധാരണ പ്രകാരം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. മന്ത്രിസഭ പുതിയ മുഖത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. വി എ ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗിരീഷ്, പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ചടങ്ങിൽ കണ്ടത് എന്താണ്? ഒപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയും ഗവർണറും ഈ തർക്കങ്ങൾക്കൊക്കെയിടെ ഒരു വേദിയിലെത്തി എന്നുള്ളതും ശ്രദ്ധേയമാണല്ലോ ഗിരീഷ്. ആറ് മിനിറ്റ് നീണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും മുഖം കൊടുത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. രാജ്ഭവനിലൊരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാജിവെച്ച അഹമ്മദ് ദേവർകോവിലിന്റെ തുറമുഖ വകുപ്പാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കാത്തിരിക്കുന്നത്. അതുപോലെ ആന്റണി രാജുവിന്റെ ഗതാഗതം കെ ബി ഗണേഷ് കുമാറിന് കൂടി ലഭിക്കും. സിനിമാ വകുപ്പ് കൂടി ലഭിക്കണം എന്നുള്ളൊരാവശ്യം കേരള കോൺഗ്രസ് ബി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് LDF നേതൃത്വം സ്വീകരിച്ചത്, മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പദവിയോട് നീതി പുലർത്തും, മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം പുതിയ 2 മന്ത്രിമാരും പ്രകടിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അഴിമതിയെ തുടച്ചു നീക്കും, KSRTCയിലെ വരുമാന ചോർച്ച തടയും എന്നുള്ള പ്രഖ്യാപനമൊക്കെ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിപദത്തിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിനുള്ള പരിചയം അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കാര്യവും. മുതിർന്ന നേതാവാണ്, മന്ത്രിപദത്തിൽ പരിചയമുള്ള നേതാവാണ്. മന്ത്രിസഭയിൽ ഏറ്റവും പ്രായമുള്ള അംഗമായി അദ്ദേഹം മാറാൻ പോകുന്നു. ഗവർണർ സർക്കാർ പോരിനിടെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ചൊരു വേദിയിലെത്തുന്നു. പുതിയ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ നിലവിലെ മന്ത്രിമാർ, LDF നേതാക്കൾ, അതുപോലെ സ്പീക്കർ ഒക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായിരുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും 3ാം വട്ടമാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. VS മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. അന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. 1ാം പിണറായി സർക്കാരിൽ തുറമുഖ മന്ത്രിയായിരുന്നു. അതേ വകുപ്പ് തന്നെ അദ്ദേഹത്തിന് വീണ്ടും ലഭിക്കാൻ പോകുന്നു. ഒരുപാട് കാലം MLA ആയി പ്രവർത്തിച്ച പരിചയം അദ്ദേഹത്തിനുണ്ട്. മുന്നണിയിൽ ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ പാർട്ടി
തുടർന്നു. വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മുന്നണിക്കൊപ്പം ചേർന്നു നിന്നു. അതിനുള്ള അംഗീകാരം എന്നുള്ള നിലയിലാണ് അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്തെ കാണുന്നത്. പുതിയ മന്ത്രിമാരെ അഭിനന്ദനമറിയിക്കുന്ന, അവരെ ഷാളണിയിച്ച് സ്വീകരിക്കുന്ന, അറിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. തൊഴുത്തുമാറി കെട്ടിയതുകൊണ്ട് ഫലമുണ്ടാകില്ല എന്നുള്ളതാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയെ പരിഹസിച്ചുകൊണ്ട് നേരത്തെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. സർക്കാരിനെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ പുതിയ മന്ത്രിമാർക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ള വിമർശനം കൂടി പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ചടങ്ങിൻ്റെ ഭാഗമായി ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇരുവരും മുഖം കൊടുത്തില്ല ഈ ഏതാണ്ട് 6-7 മിനിറ്റോളം നീണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വി എ ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗിരീഷ്, വിവരങ്ങൾ എന്താണ് ഗിരീഷ്? പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വിവിധ കക്ഷി നേതാക്കൾ, പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പുതിയ മന്ത്രിമാരെ അഭിനന്ദിക്കുകയാണ്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനർ EP ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ ഈ മന്ത്രിമാരുടെ മണ്ഡലത്തിൽ നിന്നെത്തിയവർ, വിവിധ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ എല്ലാവരും തന്നെ ഈ പുതിയ മന്ത്രിമാരെയും അഭിനന്ദിച്ചു. ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഗവർണറുടെ ചായ സൽക്കാരത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഏറ്റവും പ്രധാനം, ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു വലിയ പോരാട്ടം വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ രാജ്ഭവൻ വേദിയാകുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ച് ഒരേ വേദിയിലെത്തുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ മഞ്ഞുരുകുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു രാഷ്ട്രീയ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ പ്രതീക്ഷകളെല്ലാം അപ്പാടെ തെറ്റിച്ചുകൊണ്ട് പരസ്പരം മുഖം കൊടുക്കുകയോ അഭിവാദ്യം ചെയ്യുകയോ ചെയ്യാതെ ആണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും ഇരുന്നത്. ഈ ചടങ്ങിന് ശേഷം ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹം രാജ്ഭവനിലേക്ക് പോകുന്നു. ഇതിനുശേഷമാണ് ഒരു ചായ സൽക്കാരം. സാധാരണഗതിയിൽ ശേഷം ഗവർണറുടെ ഒരു ചായ സൽക്കാരം പതിവുള്ളതാണ്. എന്നാൽ മുഖ്യമന്ത്രിയാകട്ടെ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം ഓഫീസിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. അതായത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഗവർണർക്കെതിരെ ഇന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ പുതിയ റിട്ട് സമർപ്പിച്ച ദിവസം കൂടിയാണ്. ഗവർണറെ ഇത്തരത്തിൽ നിയമങ്ങൾ പാസ്സാക്കുന്ന അല്ലെങ്കിൽ ബില്ലുകളിൽ അടയിരിക്കുന്നതിൽ നിന്ന്, ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിൽ നിന്ന് ഗവർണറെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ ദിവസം തന്നെയാണ് ഈ സത്യപ്രതിജ്ഞയും നടന്നത് എന്നുള്ളതാണ് ഇതിൽ ഒരു കോയിൻസിഡൻസ് ആയി വരുന്നത്. അതോടൊപ്പം തന്നെ ഗവർണറും സർക്കാരും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം അത് ഒരു തരത്തിലും ഈ അടുത്ത കാലത്ത് പരിഹരിക്കാൻ പോകുന്നില്ല എന്നതിന്റെ സൂചനകൾ തന്നെയായിരുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. കാരണം ഇത്തരത്തിൽ ഗവർണറും സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഒക്കെ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു ചടങ്ങിൽ വെച്ച് അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുന്ന ചടങ്ങിൽ വെച്ച് ഈ പരാതികളോ പരിഭവങ്ങളോ പിണക്കങ്ങളോ ഒക്കെ മാറ്റുക സ്വാഭാവികമാണ്. അത്തരത്തിലൊരു ചടങ്ങായി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു രാഷ്ട്രീയ രംഗത്തുള്ളവർക്കുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ആ തർക്കം ഒന്നുകൂടി രൂക്ഷമാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഗവർണറുടെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആദ്യം കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായി സ്ഥാനമേൽക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പിന്നീട് KB ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേൽക്കുന്നു. ഇതിനുശേഷം ഇവർ രണ്ടുപേരും ഒപ്പിട്ട് ഇവർക്ക് ഗവർണർ ബൊക്ക സമ്മാനിക്കുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രി ബൊക്ക സമ്മാനിക്കുന്നതോടുകൂടി ഈ ചടങ്ങ് അവസാനിക്കുകയും ഗവർണർ മുഖ്യമന്ത്രി മുഖത്തോട് മുഖം നോക്കാതെ ഈ വേദി ഇടുകയും ചെയ്യുന്ന ഒരു അത്യപൂർവമായ ഒരു കാഴ്ചയാണ് ഇന്ന് രാജ്ഭവനിലുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഗവർണറും ശരി, രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. രാജ്ഭവനിലുള്ള ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ വന്നപ്പോൾ മുഖം കൊടുക്കാതെ ഇരുവരും പോയി എന്നുള്ളതാണ് ആ ചടങ്ങിലേക്ക് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതിനുശേഷം ഗവർണർ ഒരു ചായ സൽക്കാരം ഒരുക്കിയിരുന്നു. ആ ചായ സൽക്കാരത്തിലും പങ്കെടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ചായ സൽക്കാരം തുടങ്ങാൻ പോകുന്നു. രാജിവെച്ച അഹമ്മദ് ദേവർകോവിലിന്റെ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ആന്റണി രാജുവിന്റെ ഗതാഗതം KB ഗണേഷ് കുമാറിനുമാണ് ലഭിക്കാൻ പോകുന്നത്. സിനിമാ വകുപ്പ് കൂടി വേണം എന്നുള്ളൊരാവശ്യം കേരള കോൺഗ്രസ് ബി മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അതിപ്പോൾ LDF അംഗീകരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് മുന്നണിയുടെ തീരുമാനം. എന്തായാലും നിലവിലെ മന്ത്രിമാർ ഒപ്പം തന്നെ പുതിയ മന്ത്രിമാരുടെ ബന്ധുക്കൾ ഒക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായിരുന്നു. CPIM നേതാക്കൾ, LDF നേതാക്കളൊക്കെ ചടങ്ങിന്റെ ഭാഗമായി. അപ്പോഴും പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കുകയായിരുന്നു. അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഈ KB ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടെയാണ് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ചടങ്ങ് ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് പ്രതിപക്ഷം പോവുകയും ചെയ്തു. വിവരങ്ങൾ എന്താണ് അലക്സ് റാം മുഹമ്മദ്?
റീജിത്ത്, അതങ്ങനെ തന്നെയാണ്. അതായത് സോളാറിലടക്കമുള്ള സോളാറടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് കെ വി ഗണേഷ് കുമാറിനോട് വലിയ വിമർശനമുണ്ട്, വലിയ വിയോജിപ്പുണ്ട്. അത് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അതൊന്നും ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് തടസ്സമല്ല എന്ന് LDF-ഉം CPM-ഉം വിലയിരുത്തിയതിനെ തുടർന്നാണ് കെ വി ഗണേഷ് കുമാർ നിഷ്പ്രയാസം ആ മന്ത്രിപദത്തിലേക്ക് എത്തിയത്. LDF-ന്റെ മുൻധാരണ പ്രകാരം തന്നെ ആ മന്ത്രിപദം അലങ്കരിക്കാൻ കെ വി ഗണേഷ് കുമാർ എത്തിയത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കാണുന്ന കാഴ്ച, അതായത് 4 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചു. 6 മിനിറ്റ്, കൃത്യം 6 മിനിറ്റ് നീണ്ടുനിന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. സഗൗരവമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നാലെ കെ വി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലാണ് കെ വി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയും ഗവർണറും അടുത്തടുത്ത ഇരിപ്പിടങ്ങളിലാണ് ഇരുന്നതെങ്കിലും ആ 6 മിനിറ്റ് നേരം, അതായത് മുഖ്യമന്ത്രിയും ഗവർണറും വേദി വിടുന്നത് വരെ അവർ പരസ്പരം മുഖം കൊടുത്തില്ല എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട പ്രസക്തമായ കാര്യം. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പിടക്കങ്ങൾ, തർക്കങ്ങൾ അത് ഗവർണറുമായി നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്ന ചടങ്ങുകൾ അത് ഈ മഞ്ഞുരുക്കലിന് കാരണമാകുമായിരുന്നു. അത്തരത്തിലൊന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ്. സ്പീക്കർ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം കടന്നു പോകുന്നതാണ് കാണുന്നത്. മന്ത്രിമാർ ഇവിടെ നിന്ന് കടന്നു പോയിട്ടുണ്ട്. ഈ ചായസൽക്കാരം തുടങ്ങിയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്താണെങ്കിലും മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുത്തിട്ടില്ല. ഈ ചായസൽക്കാരത്തിൽ, ഗവർണർ ഒരുക്കിയിരുന്ന ചായസൽക്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇവിടെ നിന്ന് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നിന്നിറങ്ങി സത്യപ്രതിജ്ഞ പൂർത്തിയായി പുതിയ മന്ത്രിമാരെയും അഭിവാദ്യം ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു ക്ലിഫ് ഹൗസിലേക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് തന്നെ സെക്രട്ടേറിയറ്റിലെത്തി അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കെ വി ഗണേഷ് കുമാർ അടുത്ത ദിവസമായിരിക്കും ഓഫീസിലെത്തി ഈ ചുമതല ഔദ്യോഗികമായി ഏറ്റെടുക്കുക എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. എന്താണെങ്കിലും ഘടകകക്ഷി നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും എല്ലാം ഈ ചടങ്ങിലുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നു. രാജ്ഭവന്റെ മുന്നിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ, അതായത് കേരള കോൺഗ്രസ് P-യുടെയും അതുപോലെ കോൺഗ്രസ് S-ൻ്റെയും അടക്കം ഉള്ള പാർട്ടി പ്രവർത്തകർ അവരുടെ മന്ത്രിമാരെ കാണുന്നതിന് വേണ്ടി ഈ രാജ്ഭവൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. 5 മിനിറ്റാണ് ഉണ്ടായിരുന്നത്. 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു പ്രത്യേക പന്തലായിരുന്നു രാജ്ഭവനിൽ ഒരുക്കിയിരുന്നത്. പാസ് മുഖാന്തരം ഈ പ്രവേശനം നേരത്തെ തന്നെ നിയന്ത്രിച്ചിരുന്നു. എന്നാലും വലിയ തോതിൽ തന്നെ പ്രവർത്തകർ അവിടേക്ക് എത്തി. തങ്ങളുടെ നേതാക്കന്മാർ മന്ത്രിമാരാകുന്നത് കാണാൻ അവരവിടേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധേയമായ കാര്യം. വലിയ പോലീസ് വിന്യാസവും സന്നാഹവും ഇവിടെ ഒരുക്കിയിരുന്നു താനും. എന്താണെങ്കിലും ഇത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേരള കോൺഗ്രസ് P-യുടെ പ്രവർത്തകരെയാണ്. അവർ ഒരുപക്ഷെ രാജ്ഭവന്റെ പുറത്ത് ഒരുപക്ഷെ ഗണേഷ് കുമാർ എത്തുന്ന വഴിക്ക് സ്വീകരണം നൽകുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. അത്തരത്തിൽ പ്രവർത്തകർ ഇവിടെ കൂട്ടം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാണെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചോദ്യ ചിഹ്നമാകുന്ന കാര്യം, ഗവർണർ സർക്കാർ പോരാ, ഇനി അടുത്ത മുഖം എന്താണ് എന്നുള്ളതാണ്. കാരണം ഗവർണർക്കെതിരെ ഒരു പടി കൂടി കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ പുനർഹർജി നൽകിയിട്ടുണ്ട്. അത് ഗവർണറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധമടക്കം അതിനൊരു കുറവുണ്ടാകും എന്ന് സ്വാഭാവികമായി പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇന്നലെയും ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. AKG സെന്ററിന് സമീപത്ത് വെച്ച് കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഗവർണർ ഇന്നലെ ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തവേ ഗവർണർ തന്നെ പറഞ്ഞ കാര്യം, തൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ പാഞ്ഞെടുത്തവർക്ക് നേരെ, തൻ്റെ വാഹനം തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചവർക്ക് നേരെ ഇനിയും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല സർക്കാർ. ഈ സ്റ്റേറ്റിൻ്റെ തലവനാണ് താൻ. തൻ്റെ വാഹനത്തിന് നേരെ പോലും നടന്ന ആക്രമണത്തിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന രൂക്ഷമായ വിമർശനമാണ് ഗവർണർ ഇന്നലെയും തുടർന്നത്. അത്തരത്തിൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാർ എങ്ങനെ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യാതിരിക്കും എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. സ്വാഭാവികമായി തുടർ നടപടികൾ എന്തൊക്കെയാകും എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറിയോട് 2 റിപ്പോർട്ടുകൾ ഗവർണർ തേടിയിരുന്നു. അത് കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തിന് നേരെ നടന്ന ഈ ആക്രമണത്തിൽ അദ്ദേഹം റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ട് ഇനിയും ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. P. വേണു ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് പകരം ഒരുപക്ഷെ ശാരദാ മുരളീധരനായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നതെന്ന് വേണം മനസ്സിലാക്കൽ. എന്താണെങ്കിലും അത്തരം കുറേയേറെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഗവർണർ അടുത്ത നടപടി എന്ത് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. അലക്സ് റാം മുഹമ്മദ് രാജ്ഭവന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. LDF-ലെ മുൻധാരണ പ്രകാരം കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിനിടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മഞ്ഞുരുകുമോ എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്നതെങ്കിൽ ഇല്ല, ആ പോര് വീണ്ടും രൂക്ഷമാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടത്. 6 മിനിറ്റ് നീണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതിൽ മുഖം കൊടുക്കാതെ ഗവർണറും മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയും നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ ഒരുക്കുന്ന, രാജ്ഭവൻ ഒരുക്കുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പുതിയ മന്ത്രിമാർ വന്നതുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിച്ഛായ മാറുമോ എന്നുള്ള ചോദ്യവും സജീവമായി അന്തരീക്ഷത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അതിൽ ജനങ്ങളുടെ പ്രതികരണം ഞങ്ങൾ തേടിയിരുന്നു. അതിലേക്കാണ് ഇനി. ഞാൻ എന്നെ പെട്ട് നോക്കത്തൊന്നുമില്ല, നമ്മളെ നോക്കണമല്ലോ. ഇപ്പോൾ ഉള്ളവര് നോക്കുന്നില്ല, മറ്റവരെങ്കിലും നേരെ ചൊവ്വ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാതിരിക്കും. അങ്ങനൊന്നും മാറാനൊന്നും പോകണമെന്നില്ല, അങ്ങനെ മാറിയൊന്നുമില്ല. ഓരോ സാധനത്തിനും വില കൂടലും ഒക്കെ അല്ലേ. ബുദ്ധിമുട്ടായി എല്ലാം തുറന്നാ പറയണേ. അങ്ങനെ ഇപ്രാവശ്യമുള്ള സർക്കാരിൻ്റെ അവരോട് പോക്കും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ പുതിയ എത്ര മന്ത്രിമാർ വന്നാലും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. മന്ത്രി മാറിയാൽ നമുക്ക് നാട് നന്നാക്കണം. ഇനി ഇവരൊന്ന് കയറി ഇത് നോക്കട്ടല്ലേ, എല്ലാവരും അതിൻ്റെ അല്ലേ പ്രതീക്ഷിക്കുന്നത്. നല്ലത് ഇവർ നല്ലൊരു മനുഷ്യനാണ്, നമുക്ക് കുറേ കാലം പരിചയമുള്ള ആളാണ്, നോക്കാം ഇനിയല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. അല്ല, എനിക്ക് ഗണേഷ് കുമാറിനെ പറ്റി അത്ര അറിയില്ല. ഇയാൾ നല്ലോണം അറിയാം, നമ്മളിവിടെ വണ്ടി വെക്കുന്നതാണ്, അത്രേ അറിയും. അതിന് മോശമുണ്ടേ, വേണ്ടേ മാറാൻ, ഉണ്ടെങ്കിലേ മാറൂ. ഇല്ല, KP ഗണേശൻ കുമാർ നല്ല ഭരണക്കാരെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ കുഴപ്പമൊന്നുണ്ടാവില്ല, ഭരണം. ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഇതിലൊക്കെ കള്ളന്മാരെ മന്ത്രിസഭയല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉണ്ടാവും. അല്ലാതെ അതിലൊന്നും ഒരു പ്രത്യേകമായിട്ടൊരു ഇതിലുണ്ടാവില്ല. പി.എ. ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗിരീഷ്, ഈ പുതിയ മന്ത്രിമാരെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ, അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് അതിനെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? ഇപ്പോൾ ഗതാഗത വകുപ്പിലൊക്കെ KSRTCയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. സിനിമാ വകുപ്പ് കൂടി വേണം എന്നുള്ളൊരാവശ്യം KP ഗണേഷ് കുമാർ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അത് അംഗീകരിക്കുന്നില്ല. ആ സാഹചര്യത്തെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഗിരീഷ്? അഭിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ മന്ത്രിമാർ, അതായത് ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞ ആന്റണി രാജുവും അതോടൊപ്പം തന്നെ അഹമ്മദ് ദേവർകോവിലും കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെയാകും KP ഗണേഷ് കുമാറിനും അതോടൊപ്പം തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കേരള കോൺഗ്രസ് ബി ഇക്കാര്യത്തിൽ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ പോലും CPIM ആ ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏതായാലും വകുപ്പുകളിൽ ഒരു മാറ്റം വേണ്ട എന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക് CPIM എത്തിയിരിക്കുന്നു. CPIM ഇപ്പോൾ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. സജി ചെറിയാന്റെ പക്കൽ നിന്നും ഈ വകുപ്പ് എടുത്തു മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. മറ്റു ചില മന്ത്രിമാർ കൂടി തങ്ങളുടെ വകുപ്പുകളിൽ ഒരു മാറ്റം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് നടപ്പായി കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം നടപ്പായി കഴിഞ്ഞാൽ അതുകൂടി പരിഹരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും വകുപ്പുകളിൽ ഒരു മാറ്റം വേണ്ട, ഇത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കും എന്ന ഒരു വിലയിരുത്തൽ കൂടി CPIM അതോടൊപ്പം തന്നെ ഇടതുമുന്നണി നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റു വകുപ്പുകളിലൊന്നും തന്നെ മാറ്റം വരുത്തേണ്ട എന്ന് തീരുമാനിച്ചതും അവരുടെ മുൻഗാമികൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പുകൾ KP ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും കൈമാറാൻ തീരുമാനിക്കുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ സംബന്ധിച്ചാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു, പിന്നീട് അതിനുശേഷം 5 വർഷം തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി. അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് കമ്മീഷൻ ചെയ്യേണ്ടത് നിലവിലുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് 2024 ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസം അവസാനമോ മെയ് മാസം ആദ്യമോ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാനുള്ള നടപടികളാണ് നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഇതനുസരിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. സ്ഥാനമൊഴിഞ്ഞ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. 2024 മെയ് മാസത്തോടുകൂടി ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയും. സ്വാഭാവികമായും പക്ഷേ അതിന് നിരവധി കടമ്പകൾ ഇനിയും കടക്കേണ്ടതുണ്ട്. സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കണമെങ്കിൽ വലിയ ഒരു കഠിന പരിശ്രമം തന്നെ ആവശ്യമുണ്ട്. സ്വാഭാവികമായും രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കാത്തിരിക്കുന്നത് ഈ വെല്ലുവിളികളാണ്. ഇത് അദ്ദേഹം എങ്ങനെ തരണം ചെയ്യും? കാരണം നേരത്തെ തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് തുറമുഖ വകുപ്പിൽ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി സുഗമമായിരിക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇന്ന് 24 അദ്ദേഹം സംസാരിക്കുമ്പോഴും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഒരു നേതൃത്വത്തിൽ ഈ ഒരു വെല്ലുവിളി തീർച്ചയായും തരണം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എന്നാൽ ഈ KP ഗണേഷ് കുമാറിലേക്ക് വന്നാൽ കുറച്ചുകൂടി കാര്യങ്ങൾ സങ്കീർണമാണ്. കാരണം ഇപ്പോൾ നിലവിലെ ശമ്പള കുടിശ്ശികയെല്ലാം തീർത്തു എന്ന് ആന്റണി രാജു പറയുമ്പോഴും മറ്റ് ആനുകൂല്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പെൻഷൻ നൽകേണ്ടതുണ്ട്. ശമ്പളം മുടങ്ങാതെ നൽകണം എന്നുള്ള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. പെൻഷൻകാർക്ക് വേണ്ടി മാസ വരുമാനത്തിൽ നിന്ന് 5% നീക്കിവെക്കണമെന്ന ഹൈക്കോടതി വിധിയുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം
KSRTCയെ പ്രതികൂലമായി ബാധിക്കുന്ന, KSRTC മാനേജ്മെന്റിനെ, അവരുടെ ധനകാര്യ സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന ചില ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് എപ്പോഴും സാമ്പത്തിക സഹായം ലഭിക്കില്ല എന്ന് നേരത്തെ ധനകാര്യമന്ത്രി തന്നെ ചില സൂചനകൾ നൽകുകയും ചെയ്തു. KSRTC അവരുടേതായ രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ KB ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേൽക്കുന്നത്. സ്വാഭാവികമായും ഒരു കടുത്ത വെല്ലുവിളി അദ്ദേഹത്തെയും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. വി ഗിരീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സർക്കാർ ഗവർണർ പോരുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടതാണ്. ഈ ചായ സൽക്കാരത്തിൽ മന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്നുണ്ടോ ഗിരീഷ്? റീജത്ത്, ചായ സൽക്കാരത്തിൽ ഇപ്പോൾ വളരെ കുറച്ച് മന്ത്രിമാർ, ഇപ്പോൾ മന്ത്രിയായി ചുമതല ഏറ്റ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതോടൊപ്പം തന്നെ KB ഗണേഷ് കുമാറും ഉൾപ്പെടെയുള്ള ചെറിയ ഒരു വിഭാഗം മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച്, കാരണം നമുക്ക് ആ ചായ സൽക്കാരം നടക്കുന്ന അകത്തേക്കുള്ള ഒരു പ്രവേശനം മാധ്യമങ്ങൾക്കില്ല. ഇവിടെ PRD ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. PRD ആണ് അതിന്റെ വിഷ്വലുകൾ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ അറിയാൻ സ്വാഭാവികമായും കുറച്ചുകൂടി വൈകും. എന്നാൽ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റു മന്ത്രിമാർ നിലപാട് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം ഈ ഒരു ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം വളരെയധികം രൂക്ഷമായിരിക്കുന്നു. ഓരോ മന്ത്രിമാരും അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെ നിയമ നടപടിയിലേക്കും സർക്കാർ കടന്നിരിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരുമായി യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നൽകിയത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഒക്കെ ഇത്തരത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടുന്ന വേദികളായി മാറാറുണ്ട്. സ്വാഭാവികമായും ഇന്നും അങ്ങനെ തന്നെ ഒരു പ്രതീക്ഷയായിരുന്നു രാഷ്ട്രീയ രംഗത്തെ വിദഗ്ധർക്കൊക്കെ ഉണ്ടായിരുന്നത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇന്നുകൊണ്ട് ഏകദേശം അവസാനിക്കും എന്നൊക്കെ ഒരു സൂചനയായിരുന്നു. പക്ഷേ അത് കൂടുതൽ രൂക്ഷമാകുന്നു, ആ ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ഗവർണറുടെയും ശരീരഭാഷകളിൽ നിന്ന് വ്യക്തവുമായിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും കടന്ന് ഒരേ സ്റ്റേജിൽ അടുത്തടുത്ത കസേരകളിലാണ് ഇരുന്നതെങ്കിൽ പോലും തമ്മിൽ ഒന്ന് നോക്കുക, അഭിവാദ്യം ചെയ്യുകയോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ചടങ്ങ്, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഗവർണർ ആരോടും യാത്ര പറയാതെ അദ്ദേഹം രാജ്ഭവനിനുള്ളിലേക്ക് കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന ഒരു അപൂർവമായ കാഴ്ച. അത് തന്നെയാണ് ഇവരുടെ ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം ഉടനെ എങ്ങും പരിഹരിക്കപ്പെടുന്നില്ല എന്ന സൂചനകളിലേക്ക് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത്. രീതിയിലാണ്. ശരി, വി എ ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു രാജ്ഭവനിൽ നിന്ന്. ഇത് 3ാം തവണയാണ് KB ഗണേഷ് കുമാർ മന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. മുമ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഗതാഗത വകുപ്പ് തന്നെയാകും ഇത്തവണയും ലഭിക്കുക. ഗതാഗത വകുപ്പ് ആദ്യമായി കയ്യിൽ കിട്ടിയപ്പോൾ KSRTCയിൽ അദ്ദേഹം നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഗണേഷ് കുമാറിന്റെ കൈത്താങ്ങിൽ KSRTC ഇത്തവണ കരകയറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിന്റെ അമരക്കാരിൽ ഒരാളായിരുന്ന R ബാലകൃഷ്ണപിള്ളയുടെ മകൻ. ആ വിലാസത്തിനപ്പുറത്തേക്കും പയറ്റിത്തെളിഞ്ഞയാളാണ് KB ഗണേഷ് കുമാർ. 1966 മെയ് 25-ന് ബാലകൃഷ്ണപിള്ളയുടെയും വത്സലയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനനം. സിനിമകളിലൂടെയാണ് ഗണേഷ് കുമാറിനെ പൊതുജനം ആദ്യമറിഞ്ഞത്. KG ജോർജിന്റെ ഇരകളായിരുന്നു ആദ്യ സിനിമ. അഭിനയ ജീവിതത്തിന് സമാന്തരമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നത് 2001-ൽ. അക്കൊല്ലം മുതൽ ഇതുവരെ പത്തനാപുരത്തിന്റെ MLA ആണ് ഗണേഷ് കുമാർ. 2001-ലെ AK ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി. 2003-ൽ പിതാവ് R ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാകാൻ വേണ്ടി രാജിവെച്ചു. 2011-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം, പരിസ്ഥിതി വകുപ്പുകൾ കൈകാര്യം ചെയ്തു. വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് 2013-ൽ രാജിവെക്കേണ്ടി വന്നു. നിയമസഭയിലേക്കുള്ള 5-ാം അംഗത്തിൽ 14,336 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഗണേഷ് കുമാർ ജയിച്ചു കയറിയത്. ഇനി ആന്റണി രാജു രാജിവെച്ചൊഴിഞ്ഞ ഗതാഗത വകുപ്പിന്റെ അമരത്തേക്ക്. പ്രതിസന്ധികൾ വിടാതെ പിന്തുടരുന്ന KSRTCയിലടക്കം ഗണേഷ് കുമാർ മുൻ പ്രകടനം ആവർത്തിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. റിസർച്ച് ഡെസ്ക് 24. 26-ാം വയസ്സിൽ KSU പ്രസിഡന്റായിരിക്കെ കാസർഗോഡ് മണ്ഡലത്തിൽ സാക്ഷാൽ EK നായനാരെ 28,000-ത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിലേക്ക് എത്തുന്നത്. രാഷ്ട്രീയ കേരളത്തിന്റെ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റിയ കടന്നപ്പള്ളി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായമുള്ളയാളാണ്. 3ാം വട്ടമാണ് അദ്ദേഹവും മന്ത്രിയാകുന്നത്. 1944-ൽ പയ്യന്നൂർ കടന്നപ്പള്ളി ചെറുവാഞ്ചേരിയിൽ പരേതനായ PV കൃഷ്ണൻ ഗുരുക്കളുടെയും TK പാർവതിയമ്മയുടെയും മൂത്ത മകനായി ജനനം. KSUവിലൂടെ രാഷ്ട്രീയ പ്രവേശം. KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെ 1971-ൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ EK നായനാരെ തറപറ്റിച്ച പ്രകടനത്തിലൂടെയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ശ്രദ്ധിക്കപ്പെടുന്നത്. കാസർഗോട്ടെ വിജയം കടന്നപ്പള്ളി 77-ലും ആവർത്തിച്ചു. കോൺഗ്രസ് പിളർന്നപ്പോൾ 1980-ൽ
LDF-ലെത്തി. 81-ൽ AK ആന്റണിയും കൂട്ടരും ഇടതുമുന്നണി വിട്ട് കരുണാകരപക്ഷത്തേക്ക് ചേക്കേറിയപ്പോൾ കടന്നപ്പള്ളി LDF-ൽ ഉറച്ചുനിന്നു. തുടർന്ന് ഇരിക്കൂർ, പേരാവൂർ, എടക്കാട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭാംഗമായി. ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന കടന്നപ്പള്ളി 2009 ഓഗസ്റ്റ് 17-ന് VS മന്ത്രിസഭയുടെ പുനഃസംഘടനാവേളയിൽ ദേവസ്വം, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പുകളുടെ മന്ത്രിയായി ചുമതലയേറ്റു. 2016-ൽ പിണറായി വിജയൻ സർക്കാരിൽ തുറമുഖം, പുരാവസ്തു വകുപ്പ് മന്ത്രിയായി. കോൺഗ്രസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് കടന്നപ്പള്ളി. റിട്ടയേർഡ് അധ്യാപിക TM സരസ്വതിയാണ് ഭാര്യ. ഏകമകൻ മിഥുൻ തിരുവനന്തപുരത്തെ അവിയൽ സംഗീത സംഘത്തിലെ ഡ്രമ്മറാണ്. റിസർച്ച് ഡെസ്ക് 24. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. രജിസ്ട്രേഷൻ കടന്നപ്പള്ളിക്ക് എന്ന സൂചന. VA ഗിരീഷ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗിരീഷ്, ഇപ്പോൾ ഈ തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും എന്ന വിവരം പുറത്തുവരുന്നു. അങ്ങനെയെങ്കിൽ ആർക്കായിരിക്കും ആ വകുപ്പ്? ഒരു വകുപ്പ് മാറ്റത്തിലേക്ക് കാര്യങ്ങൾ ആലോചനയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് ഗിരീഷ്? റീജിത്ത്, തുറമുഖ വകുപ്പ് ഇപ്പോൾ CPM ഏറ്റെടുത്തേക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പകരം CPM കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകിയേക്കും എന്നുള്ളതാണ് സൂചന. അങ്ങനെയെങ്കിൽ VM വാസവൻ തന്നെയായിരിക്കും തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രി. സ്വാഭാവികമായും മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അത്തരം കൂടിയാലോചനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഏതായാലും രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളിക്ക് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം വിഴിഞ്ഞം തുറമുഖം സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ്. ഈ വിഴിഞ്ഞം തുറമുഖം 2024 മെയ് മാസത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യേണ്ടതാണ്. ഇതിനുള്ള പരിപാടികൾ സമയബന്ധിതമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ കപ്പലുകൾ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയും ഈ ക്രെയിനുമായിട്ടൊക്കെ കപ്പലുകൾ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനിയുള്ളത് വാണിജ്യാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിങ് മാത്രമാണ്. മറ്റൊരു മന്ത്രിക്ക് ചുമതല നൽകിയാൽ ഇതിൽ വൈകും എന്ന ഒരു സംശയം ഇടതുമുന്നണിക്കുണ്ട്, CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിസഭയിലുള്ള ഒരാൾ തന്നെ ഈ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ. പ്രത്യേകിച്ചും വിഴിഞ്ഞം തുറമുഖം 2024 മെയ് മാസത്തിന് മുമ്പ് തന്നെ കമ്മീഷൻ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് തന്നെ പറയാവുന്ന വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന് വളരെയേറെ നേട്ടമുണ്ടാക്കുന്നതാണ്. അത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ വോട്ടർമാരെ അല്ലെങ്കിൽ ജനങ്ങളെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്നതാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ CPM ഇത്തരത്തിലുള്ള ആലോചനയിലേക്ക് കടന്നിരിക്കുന്നത്. രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പക്ഷേ ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളൊന്നും ഉണ്ടായില്ല. വകുപ്പ് മാറ്റം വേണ്ട, മറ്റു വകുപ്പുകളിലേക്ക് മാറേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് സെക്രട്ടേറിയറ്റ് എടുത്തതെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. കാരണം മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് കടന്നിരിക്കുന്നു. തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കുന്നു. പകരം രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കൈമാറിയേക്കുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഗിരീഷ്, ഈ വകുപ്പ് ഏതായാലും കുഴപ്പമില്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നുള്ളൊരു പ്രതികരണം നേരത്തെ നമ്മൾ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കും എന്നുള്ളൊരു തീരുമാനം, അതിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നിലപാട് എന്താണ് ഗിരീഷ്? റീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചിരുന്നതാണ്. ഏത് വകുപ്പായിരിക്കും അല്ലെങ്കിൽ ഏത് വകുപ്പിന് ആണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വകുപ്പ് ഏതായാലും തന്നെ ഏറ്റെടുക്കുന്ന വകുപ്പിനോട് പരമാവധി നീതി പുലർത്തുക എന്നുള്ളത് മാത്രമാണ് തന്റെ ലക്ഷ്യം. വകുപ്പ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. നേരത്തെ തീരുമാനിച്ചിരുന്നതും അതിന്റെ കീഴ്വഴക്കങ്ങളും മാത്രമല്ല അതിന്റെ ഭരണഘടനാപരമായ ചുമതലയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഏത് വകുപ്പ് ഏൽപ്പിച്ചാലും അത് ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കും എന്നുള്ളതാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി നേരത്തെ തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പ് മാറ്റം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിർത്തിക്ക് ഇടയാക്കും എന്ന് കരുതുന്നില്ല. പകരം ഒരു ഘടകകക്ഷിക്ക് നൽകാതെ CPM തന്നെ ഈ വകുപ്പ് ഏറ്റെടുക്കുന്നതിലൂടെ കൂടുതൽ കൃത്യമായ ഒരു സന്ദേശം നൽകുകയും ചെയ്യുന്നു. കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കഴിഞ്ഞ തവണ 19 സീറ്റും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തവണ കുറച്ചുകൂടി ഈ നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ CPM-ന്റെയും CPI-യുടെയും ഒക്കെ ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം കൂടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്നും നേടുക എന്നുള്ളത് തന്നെയാണ് CPM-ഉം CPI-യും ആലോചിക്കുന്നത്. ഇതുമായിട്ടുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും സുപ്രധാനമായ ഒരു പദ്ധതി അതിന്റെ നിർവഹണം, അതിന്റെ ഒരു വാണിജ്യാടിസ്ഥാനത്തിലുള്ള കമ്മീഷനിങ് അടുത്തിരിക്കെ ഘടകകക്ഷിക്ക് ഇത് കൈമാറേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ CPI എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയും അത്തരത്തിലുള്ള ആലോചനയിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നീക്കം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. CPM-ന്റെ ഈ വകുപ്പ് നൽകുന്നു. ഏറ്റവും കൂടുതൽ സാധ്യത VN വാസവന് തന്നെയാണ്. കാരണം VN വാസവൻ കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രേഷൻ വകുപ്പ് പകരം കടന്നപ്പള്ളിക്ക് നൽകാം എന്ന ഒരു ആലോചനയിലേക്കും ഒരു ഫോർമുലയിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കാൻ പോകുന്നു. രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നിർവഹണം അത് CPIM തന്നെ നേരിട്ട് ഏറ്റെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് തുറമുഖ വകുപ്പ് കയ്യിൽ വയ്ക്കുന്നതിലൂടെ CPIM ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വകുപ്പുകളിൽ മാറ്റം എന്ന വിവരം പുറത്തുവരുന്നു. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും, രജിസ്ട്രേഷൻ കടന്നപ്പള്ളിക്ക് നൽകും എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. അതേപോലെ തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടയിൽ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം അത് ആ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ചായ സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. പുതിയ മന്ത്രിമാരായ ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പം AK ശശീന്ദ്രനും മാത്രമാണ് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ നമ്മൾ കരുതിയിരുന്നതിൽ നിന്ന് മാറി വകുപ്പുകളിൽ മാറ്റമുണ്ടാകും എന്ന വിവരം പുറത്തുവരികയാണ്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. രജിസ്ട്രേഷൻ വകുപ്പായിരിക്കും കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലമാണ്. വിഴിഞ്ഞം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അതിൻ്റെ നിർവഹണം അത് നേരിട്ട് ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് CPIM ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം എന്നും മനസ്സിലാക്കുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി പുറത്തു വന്നിരുന്നത് വകുപ്പേത് അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, ഏതായാലും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കുമെന്നുള്ളതിനോട് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അല്പസമയത്തിനകം തന്നെ വ്യക്തത വരികയും ചെയ്യും. രജിസ്ട്രേഷൻ വകുപ്പായിരിക്കും കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകുക. KB ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഗതാഗത വകുപ്പ് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുന്നു. അഹമ്മദ് ദേവർകോവിലിൻ്റെ തുറമുഖ വകുപ്പ് അതിനി CPIM നേരിട്ട് ഏറ്റെടുക്കാൻ പോകുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ വകുപ്പ്. ആന്റണി രാജുവിൻ്റെ ഗതാഗതം അത് KB ഗണേഷ് കുമാറിന് ലഭിക്കും. നേരത്തെ സിനിമാ വകുപ്പ് കൂടി കിട്ടണം എന്നുള്ളൊരാവശ്യം, അതുകൂടെ നൽകണം എന്നുള്ളൊരാവശ്യം KB ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അത് ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് CPIM നേതൃത്വം സ്വീകരിക്കുകയായിരുന്നു. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന് എന്തെങ്കിലും തരത്തിലുള്ള അയവുണ്ടാകുമോ എന്ന് കരുതിയിരുന്നെങ്കിലും പക്ഷേ കൂടുതൽ രൂക്ഷമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാജ്ഭവന്റെ ചായ സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനം ഗവർണർക്കെതിരെ തുടരുന്ന പശ്ചാത്തലം, മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനം ഗവർണർക്കെതിരെ തുടരുന്ന പശ്ചാത്തലം. ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായൊരു നീക്കം സർക്കാർ നടത്തിയിരിക്കുന്ന സാഹചര്യം, വീണ്ടും ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യം. അതിനിടയിൽ 6 മിനിറ്റ് നീണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും മുഖം കൊടുക്കാതെ പോകുന്നതും നമ്മൾ കണ്ടു. ഈ നിമിഷത്തിൽ ഏറ്റവും ഒടുവിലായി ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് വകുപ്പുകൾ സംബന്ധിച്ചുള്ള മാറ്റം തന്നെയാണ്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും എന്ന വിവരം പുറത്തുവരുന്നു. VA ഗിരീഷ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, ഈ വകുപ്പ് മാറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതലായി പറയാനുള്ളത് എന്താണ്? ഒപ്പം തന്നെ ഈ ചായ സൽക്കാരം അതിൽ നിലവിലെ മന്ത്രി എന്നുള്ള നിലയിൽ AK ശശീന്ദ്രൻ മാത്രമാണ് പങ്കെടുത്തത്. പുതിയ മന്ത്രിമാരും AK ശശീന്ദ്രനും മാത്രമാണ് ആ ചായ സൽക്കാരത്തിൽ ഉണ്ടായിരുന്നല്ലേ ഗിരീഷ്? ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ നടത്തുന്ന ചായ സൽക്കാരം ഇതൊരു കീഴ്വഴക്കമാണ്. ആര് അത്തരത്തിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താലും അത്തരത്തിലൊരു ചായ സൽക്കാരം രാജ്ഭവനിൽ പതിവുള്ളതുമാണ്. എന്നാൽ ഇത്തവണ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങുന്നു. തൊട്ടു പിന്നാലെ തന്നെ മറ്റു മന്ത്രിമാരും ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നു. പുതിയ മന്ത്രിമാരായ ചുമതലയേറ്റ KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതിനു പുറമെ AK ശശീന്ദ്രനും മാത്രമാണ് ഈ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒരു അസാന്നിധ്യമുണ്ട്. അത് എന്ത്
കാരണം കൊണ്ടാണെങ്കിലും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചടങ്ങുകൾക്ക് അധ്യക്ഷം വഹിക്കുകയും ചടങ്ങുകൾക്ക് മന്ത്രിമാരെയൊക്കെ വിളിക്കുകയും സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുകയും ചെയ്യുന്നത് ഗവർണറുടെ അനുമതിയോടെ ചീഫ് സെക്രട്ടറിയാണ്. എന്നാൽ ചീഫ് സെക്രട്ടറിക്ക് പകരം ഇത്തവണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ആ ചുമതല നിർവഹിച്ചത്. ഇതിന് പിന്നാലെയാണ് പരസ്പരം മുഖം കൊടുക്കാതെ ഗവർണറും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും വേദിയിൽ 6 മിനിറ്റോളം ചെലവഴിച്ചത്. കാരണം ഇത്തരത്തിലുള്ള വേദികൾ, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഒക്കെ പരസ്പരമുള്ള മഞ്ഞുകളിന്റെ ഒരു വേദിയായി മാറുന്ന ഒരു സാഹചര്യമാണ് മുമ്പുണ്ടായിരുന്നത്. ഇത്തവണയും അത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ അടുത്ത ദിവസങ്ങളിലും ഒക്കെ ഗവർണറും സർക്കാരും പരസ്പരം പോർവിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നും അതിൽ മാറ്റമുണ്ടായില്ല. ഈ തർക്കം കൂടുതൽ രൂക്ഷമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഗവർണറുടെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ചടങ്ങുകൾ അവസാനിച്ച ശേഷം പരസ്പരം മുഖത്ത് നോക്കാതെ തന്നെ ഗവർണർ രാജ്ഭവനിലേക്ക് മടങ്ങുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്, അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മടങ്ങുന്നു. തൊട്ടു പിന്നാലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങുന്നു. മന്ത്രിമാരും ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്ന ഒരു അത്യപൂർവമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് ഗവർണറും സർക്കാരും തമ്മിൽ തുടങ്ങിയിരിക്കുന്ന പോര് അത് അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പരസ്പരമുള്ള പ്രത്യാരോപണങ്ങൾ മാത്രമല്ല, ഗവർണർക്കെതിരായ നിയമപരമായ നടപടികൾ കൂടി ഒരുപക്ഷെ ഗവർണറെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകാം. സുപ്രീം കോടതിയിലടക്കം പഴയ ഹർജി മാറ്റിയതിനു ശേഷം ഹർജി പുതുക്കി നൽകുന്നതിനുള്ള സർക്കാർ സമയം തേടിയിരുന്നു. അത് ഇന്ന് പുതുക്കി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഇങ്ങനെ പുതുക്കി നൽകിയ ഹർജിയിൽ പറയുന്നത് ഇത്തരത്തിൽ ബില്ലുകൾ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയക്കുമ്പോൾ ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ അതിൽ വൈകിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു ഭാഗമാണ്. സ്വാഭാവികമായും ഒരു ഭരണഘടനാ തലവൻ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ പരസ്പരം ഇപ്പോഴും അതിനകത്ത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇരു കൂട്ടരും തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങും വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് പുതിയ വാർത്തയായി ഈ വകുപ്പ് മാറ്റം കൂടി ഇപ്പോൾ വരുന്നത്. നേരത്തെ വകുപ്പ് മാറ്റത്തെ കുറിച്ചുള്ള ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ മുൻഗാമികൾ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും കെ പി ഗണേഷ് കുമാറിനും നൽകും എന്നുള്ള ഒരു പൊതു തീരുമാനവും നിലപാടും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് കേരള കോൺഗ്രസ് ബി സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. എന്നാൽ ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ ആവശ്യം നിരാകരിക്കുന്നു. CPM-ന്റെ പക്കലുള്ള വകുപ്പ് തൽക്കാലം നൽകേണ്ടതില്ല, പകരം ഗതാഗത വകുപ്പും അതോടൊപ്പം തന്നെ ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന മറ്റു വകുപ്പുകളും കെ പി ഗണേഷ് കുമാറിന് നൽകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ അതേസമയം മറ്റു തർക്കങ്ങളൊന്നും തുറമുഖ വകുപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റു ചർച്ചകളിലേക്കും കടന്നിട്ടില്ല. പക്ഷേ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. പകരം CPM കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്നതിനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് സ്വാഭാവികമായും മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനമല്ല. കാരണം മുഖ്യമന്ത്രിയാണ് വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുന്നതെങ്കിൽ പോലും CPIM നേതൃത്വത്തിന്റെയും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി നേതൃത്വത്തിന്റെയും ഒക്കെയായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഇത്തരത്തിലൊരു സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ടാകുക. ഇത് എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടത് സ്വാഭാവികമായും മുഖ്യമന്ത്രി തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം 2024 ഏപ്രിൽ അവസാനത്തോടെ അല്ലെങ്കിൽ മെയ് മാസം ആദ്യത്തോടെ വിഴിഞ്ഞം തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനിയുള്ളത് വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യുന്നതിനുള്ള അവസാനഘട്ട നടപടികളാണ്. ഇതാകട്ടെ കുറേയേറെ ആയാസമുണ്ടാക്കുന്നതാണ്. കാരണം ഇനിയും പാറകളുടെയൊക്കെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും കേരളത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പാറകൾ ലഭിക്കാത്ത ഒരു സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളുമായി ഇതിന് ബന്ധപ്പെടേണ്ടതുണ്ട്. തമിഴ്നാടും അതോടൊപ്പം തന്നെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പാറകൾ എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നയപരമായ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ പാർട്ടിക്കും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഒരുപക്ഷെ എടുക്കേണ്ടതായി വരും. അതോടൊപ്പം തന്നെ സർക്കാരിനും ഇത്തരം നയപരമായ തീരുമാനങ്ങളിലേക്ക് ഒക്കെ പോകേണ്ടി വരും. അത് കൊണ്ട് തന്നെ ഘടകകക്ഷിക്ക് ഇത് നൽകേണ്ടതില്ല. പകരം ഈ ഒരു പദ്ധതിയുടെ വേഗത്തിലുള്ള നടത്തിപ്പിന് വേണ്ടി, വേഗത്തിലുള്ള കമ്മീഷനിങ്ങിന് വേണ്ടി ഈ പദ്ധതി ഈ വകുപ്പ് തൽക്കാലം CPM ഏറ്റെടുക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ്
ഫ്ലാഗ്ഷിപ്പ് പദ്ധതി, സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പദ്ധതി. കാരണം 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തത് മുതൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ കാലം വഴി ഏതാണ്ട് 7.5 വർഷക്കാലം കൊണ്ട് പദ്ധതിയിൽ വളരെയേറെ. ശരി, വി എ ഗിരീഷാണ് രാജ്ഭവനിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തു. വകുപ്പുകളുടെ കാര്യത്തിലാണ് ഏറ്റവും ഒടുവിലായി വിവരങ്ങൾ പുറത്തുവരുന്നത്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. VN വാസവനായിരിക്കും തുറമുഖ മന്ത്രി എന്നാണ് മനസ്സിലാക്കുന്നത്. അയോധ്യ കെണിയെ തന്ത്രപരമായി മറികടക്കാൻ കോൺഗ്രസ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്ന് സൂചന. വ്യക്തിപരമായി ലഭിച്ച ക്ഷണമായതിനാൽ വ്യക്തിപരമായി സോണിയാഗാന്ധി എടുക്കുന്ന തീരുമാനം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായിരുന്നു ക്ഷണം. വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന് നേതൃത്വം നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നിങ്ങൾക്ക് ഈ ഇതിലുണ്ടാക്കി കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കെണിയിൽ വീഴ്ത്താൻ പറ്റുമോ? ഇതാണല്ലോ ചോദ്യം. ഇപ്പം രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെന്താ ചെയ്യുന്നത്? ഒരു സർക്കാരിൻ്റെ ആഘോഷമായിട്ട്, ഒരു പാർട്ടിയുടെ ആഘോഷമായിട്ടാണോ ഇത്തരം ചടങ്ങുകൾ മാറ്റേണ്ടത്? അങ്ങനെയല്ലേ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിൽ ചാനൽ എടുത്ത് നോക്കിയാൽ ഒറ്റ വിഷയമല്ലേ ഉള്ളൂ. അല്ല, ഇന്നലെ തന്നെ അങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ ഇനി ആരും നടത്തരുതെന്ന് പ്രത്യേകം AICC നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അത് സംബന്ധിച്ച് യുക്തമായ തീരുമാനം AICC വൈകാതെടുക്കും. അയോധ്യയിൽ നടക്കുന്നത് കല്യാണമല്ലെന്നും അതുകൊണ്ട് അവിടെ പോകാൻ ആരും വിളിക്കേണ്ടതില്ല എന്നും കോൺഗ്രസ് ഉത്തർപ്രദേശ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് 24നോട് പറഞ്ഞു. R രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെ, ഈ വിവിധ സംസ്ഥാനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുണ്ട് നമുക്ക് മുമ്പിലുണ്ട്. കോൺഗ്രസ് ഒരു വലിയ വെട്ടിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പാർട്ടി അധ്യക്ഷൻ ഖർഗെ വിട്ടുനിൽക്കുകയും സോണിയാഗാന്ധി വ്യക്തിപരമായി ഉള്ള ക്ഷണം എന്നുള്ള നിലയിൽ വ്യക്തിപരമായി പങ്കെടുക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണോ കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത്? ഇതിന് ഈ കോൺഗ്രസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്, അഥവാ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്, ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ചർച്ച പാർട്ടിക്കുള്ളിൽ നടന്നിട്ടില്ല. മറിച്ച് പൂർണ്ണമായിട്ടും ഇത് സോണിയാഗാന്ധിയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് എന്നതാണ്. അവർ ഈ ക്ഷണ നൽകാനായി വന്ന ഘട്ടത്തിൽ തന്നെ പരമാവധി പങ്കെടുക്കും എന്ന് അവർ ഈ വന്ന സമ്പത് റായിയോട് വ്യക്തമാക്കിയിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള ഒരു നിലപാടായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയെ ക്ഷണിച്ചിട്ടില്ല, മറിച്ച് പാർട്ടിയിലെ 3 മുതിർന്ന നേതാക്കളെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ആ മുതിർന്ന നേതാക്കൾ 3 പേരും അവരവരുടെ നിലപാടുകൾ അറിയിക്കും. ഈ വിഷയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ തീരുമാനത്തിന് ഒരു പ്രസക്തിയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളും വളരെ ശക്തമായിട്ട് സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുക്കുകയും BJPയുടെ ഈ രാമക്ഷേത്രത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ അജണ്ട അതിനെ ഫലപ്രദമായിട്ട് ചെറുക്കുകയും ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശത്തിലാണ് ഉള്ളത്. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആ വിഷയത്തിൽ നേരത്തെ രജിത്ത് സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെ തന്ത്രപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസ് നിർബന്ധിതമാകുന്നത്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് പോകാനായിട്ട് തങ്ങൾക്ക് ആരുടെയും ക്ഷണം വേണ്ട എന്നുള്ളതാണ്. അത് കൂടുതൽ നേതാക്കൾ, ഉത്തർപ്രദേശിൽ നിന്നുള്ള കൂടുതൽ നേതാക്കൾ അടക്കമുള്ളവർ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ട് വേണം നമുക്ക് വിശദീകരിക്കാൻ. ശരി, R രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് തിരിച്ചറിയണമെന്ന് മുസ്ലിം ലീഗ്. പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് കോൺഗ്രസിന് തീരുമാനിക്കാമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യക്തമാക്കി. രാമക്ഷേത്രം വിഷയം ചർച്ച ചെയ്യാനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗ് അടിയന്തര രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നാണ് ലീഗ് തീരുമാനം. കോൺഗ്രസ് സ്വതന്ത്രമായി നിലപാടെടുക്കട്ടെ എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA. ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. ആരാധനാലയങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണ്. രാമക്ഷേത്രം BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. വിശ്വാസികൾക്കൊപ്പമാണ് മുസ്ലിം ലീഗ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആരാധനാലയങ്ങൾ അതെല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന് ചർച്ചുകൾ, ഗുരുദ്വാരകൾ, സിഖുകാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ്, പുണ്യമാണ്.
അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ്, ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ്. മുന്നണിയിലെ പാർട്ടികൾ തീരുമാനമെടുത്ത ശേഷം ആവശ്യമെങ്കിൽ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് ലീഗ് നിലപാട്. 24 മലപ്പുറം. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്.